ഹലോ, അഷ്ടമുടി കായലിൻ്റെ സൗന്ദര്യം ആസ്വദിച്ച് ഒരു ഹൗസ് ബോട്ട് യാത്രയായാലോ? അതും അഷ്ടമുടി കായലിലെ മെയിൻ ടൂറിസ്റ്റ് അട്രാക്ഷൻസ് ആയ മൺട്രോത്തുരുത്ത്, സാമ്പ്രാണിക്കൊടിയൊക്കെ കവർ ചെയ്ത് ഒരു യാത്ര. ലാസ്റ്റ് മന്ത് ഒരു ചെറിയ ബോട്ടിൽ മൺട്രോത്തുരുത്ത് യാത്ര ചെയ്തിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇത് വേറിട്ടൊരു അനുഭവമാണ്. ആ യാത്രയിൽ ഞങ്ങൾക്ക് ഈ കനാലുകളിൽ കൂടെ ഉള്ള യാത്രയും കണ്ടൽ കാടുകളുടെ ഇടയിലൂടെയുള്ള യാത്രയൊക്കെ മിസ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഷീറ്റിട്ട ബോട്ട് അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പോകാൻ പാടായതുകൊണ്ട് നമ്മൾ അതിലൂടെ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിനെല്ലാം ആ ഒരു മിസ്സിങ് എല്ലാം മാറ്റിയിട്ട് എന്താ പറയുക, ആ കണ്ടൽ കാടുകളിലൂടെയൊക്കെയുള്ള ഒരു അടിപൊളി യാത്രയാണ് ഞങ്ങളിപ്പോൾ പോയത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് കൊല്ലം ബോട്ട് ജെട്ടിയുള്ളത്. അവിടെ നിന്നാണ് ഈ യാത്ര നമ്മൾ തുടങ്ങുന്നത്. അവിടെ നമുക്ക് കുറേ ബോട്ട്, അതായത് ഹൗസ് ബോട്ടുകളൊക്കെ ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്ന കാണാം. അതിൽ നമ്പേഴ്സ് വെച്ചിട്ടുണ്ട്. അതിൽ 5ാമത്തെ നമ്പറിലുള്ള JCs എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹൗസ് ബോട്ടിലാണ് നമ്മൾ പോയത്. 15-20 പേർക്ക് പോകാൻ പറ്റുന്ന ഒരു ഹൗസ് ബോട്ട്. നമ്മൾ ഫാമിലി ആയിട്ടാണ് പോയത്. മൊത്തത്തിലൊരു 11-12 പേര് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. 7 മണിക്കൂറാണ് കേട്ടോ നമുക്ക് ഈ ബോട്ടിംഗ് ഉള്ളത്. അപ്പോൾ രാവിലെ 10 മുതൽ 4 വരെയും, അല്ലെങ്കിൽ 11 മുതൽ 5 മണി വരെ. അപ്പോൾ ഏതാണെന്ന് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ചൂസ് ചെയ്യാം. അങ്ങനെ നമ്മൾ യാത്ര സ്റ്റാർട്ട് ചെയ്തു. നമ്മളിനി ഫസ്റ്റ് പോകുന്നത് മൺട്രോത്തുരുത്തിലേക്കാണ്. അതായത് നമ്മൾ തേവള്ളി ബൈപ്പാസ് വഴി, അതായത് കാവനാട് ബൈപ്പാസ്, ദെൻ നമ്മുടെ സാമ്പ്രാണിക്കൊടി പോകുന്ന ആ വഴിയിലൂടെ തന്നെ പോയിട്ടാണ് തെക്കുംഭാഗത്തൂടെ പോയി മൺട്രോത്തുരുത്തിലെത്തുന്നത്. അപ്പോൾ ആ യാത്രയാണ് നമ്മളിപ്പോൾ നടത്തുന്നത്. തിരിച്ചു വരുന്ന വഴിക്കാണ് നമ്മൾ 1 hour സാമ്പ്രാണിക്കൊടിയിൽ ഇറങ്ങുന്നത്. സ്റ്റാഫ്സ് എന്ന് പറയുന്നത് 3 പേരാണ് ബോട്ടിലുള്ളത്. യാത്ര സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്നു കേട്ടോ. ഇനി ബോട്ടിന്റെ വിശേഷങ്ങൾ നോക്കിയാൽ, ഫ്രണ്ടിൽ ഒരു ഹാള് പോലെ ഒരു ഏരിയ ഉണ്ട്. 2 സൈഡിലായിട്ട് നമുക്ക് ഇരിപ്പിടങ്ങളുണ്ട്. നടുക്കായിട്ട് ഒരു ചെറിയൊരു ടേബിളും ചുറ്റും കുറച്ച് കസേരകളും ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ബാർ കൗണ്ടർ പോലെ ഒരു ഏരിയ ഉണ്ട്. നമുക്ക് സ്നാക്സും എന്തൊക്കെ സാധനങ്ങളൊക്കെ വെക്കാം. പിന്നെ അവിടെ തന്നെ സ്പീക്കറുണ്ട്, മൈക്കും ഒക്കെ ഉണ്ട്, നമുക്ക് പാട്ടൊക്കെ വെക്കാം. പിന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റെയർ ഉണ്ട്. മുകളിലൊരു ചെറിയ ബാൽക്കണി ഉണ്ട്. പിന്നെ താഴെ റൈറ്റ് സൈഡിലായിട്ട് നോക്കുകയാണെങ്കിൽ റൂമിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഒരു വാഷ് ബേസിൻ ഉണ്ട്. നല്ലൊരു വാഷ് ബേസിൻ, മിററും പിന്നെ ഹാൻഡ് വാഷും ഒക്കെ വെച്ചിട്ടുണ്ട്. 2-3 ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് ഡോറ് റൂമിലേക്കുള്ള ഡോറാണ്. ഒരു ഡബിൾ ബെഡ് ഉള്ളൊരു റൂമാണ് അവിടെ ഉള്ളത്. AC-യും കൂളറും ഫാനും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബോട്ട് ഓടുന്ന സമയത്ത് AC ഓണാക്കില്ല. അപ്പോൾ അത്രയും പവർ ഇല്ല എന്നാണ് പറഞ്ഞത്. എവിടെയെങ്കിലും നിർത്തിയിട്ടിരിക്കുന്ന സമയത്താണ് AC വർക്ക് ആവുന്നതെന്നാണ് പറഞ്ഞത്. വലിയൊരു വിൻഡോയാണ്. നമുക്ക് വിൻഡോ തുറന്നിട്ടിട്ട് നമുക്ക് അവിടെ കടന്നു വേണമെങ്കിൽ കാണാം. പിന്നെ ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ബാത്റൂമിൽ ഒരു ക്ലോസറ്റ്, പൈപ്പ്, ദെൻ ഷവറും ഒരു ചെറിയൊരു വാഷ് ബേസിനും വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല വൃത്തിക്കാണ് ചെയ്തിരിക്കുന്നത്. ബോട്ടിലേക്കുള്ള വാട്ടറൊക്കെ വരുന്നത് വാട്ടർ ടാങ്ക് ഈ റൂമിൻ്റെ തൊട്ട് മുകളിലേക്കായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ റൂമിൻ്റെ വിശേഷം ഇതൊക്കെയാണ്. ഇനി റൂം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നത് ബോട്ടിലെ കിച്ചനാണ്. ഒരു ചെറിയ കിച്ചനാണ്. ഇതിൽ തന്നെയാണ് ഒരു ദിവസത്തേക്ക് വേണ്ടുന്ന എല്ലാ മീൽസും അവർ പ്രിപ്പയർ ചെയ്യുന്നത്. രാവിലെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് തരും. പിന്നെ ഒരു 11:30-12 ആ ഒരു ടൈം ആകുമ്പോഴത്തേക്ക് കപ്പയും മീൻകറിയും ഉണ്ടായിരുന്നു. പിന്നെ 2:30 ടൈം ആയപ്പോഴാണ് നമുക്ക് ഉച്ചയ്ക്കുള്ള മീൽസ് വന്നത്. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് സ്നാക്സ് ഉണ്ട്. സോ ഇത്രയും ഈ കിച്ചണിൽ തന്നെയാണ് വെക്കുന്നത്. കിച്ചനോട് ചേർന്ന് സ്റ്റാഫ്സിനൊരു ബാത്റൂം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ബാൽക്കണി പോലെയുണ്ട്. അതായത് ഫ്രണ്ടിലത്തെ കണക്ക് തന്നെ ആ പോയിന്റഡ് ആയിട്ടുള്ളൊരു സ്പേസ് ബാക്കിലോട്ടും ഉണ്ട്. അത് സ്റ്റാഫ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബാൽക്കണിയുടെ വിശേഷങ്ങൾ നോക്കാം. ഇതാണ് ബാൽക്കണിയിലേക്കുള്ള സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് 2 വശത്തായിട്ട് നമുക്ക് ഇരിക്കാവുന്ന ഒരു ചെറിയ ഇരിപ്പിടമാണ്. 2 കസേര ഇട്ടിട്ടുണ്ട്. അവിടെ ഇരുന്ന് ബോട്ട് മൂവ് ചെയ്യുമ്പോൾ നല്ല കാറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് ഇങ്ങനെ നല്ല കാഴ്ച, അഷ്ടമുടി കായലിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടു തന്നെ പോവാം. ഇനി ഞങ്ങളുടെ കുറച്ച് എൻ്റർടൈൻമെൻ്റ് ഒക്കെ കണ്ടാലോ. ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൊച്ചച്ഛൻ്റെയും കുഞ്ഞമ്മയുടെയും 25ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ അവരുടെ ഒരു സർപ്രൈസ് ആയിട്ട് ഒരു കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുഞ്ഞു കുഞ്ഞു ക്ലിപ്സ് ഒക്കെ ഒന്ന് കാണാം.
അങ്ങനെ എന്റർടൈൻമെന്റ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മൾ മൺട്രോത്തുരുത്തെത്തി. ആ കാണുന്നതാണ് എലിഫന്റ് മാംഗ്രൂവ് കേവ് എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഇറങ്ങാം, അതിന്റെ മരത്തിലൊക്കെ ഇങ്ങനെ കയറുകയൊക്കെ ചെയ്യാം. അപ്പൊ ഇനി നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അതിന് മുന്നേ നമ്മൾ കുറേ കണ്ടലിന്റെ ഇടയിൽ കൂടെ ഒക്കെ പോകണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ബോട്ടിൽ കയറുന്നുണ്ട്. ഈ വരുന്ന വെള്ളമല്ല, ഇതിനെക്കാട്ടി ഇച്ചിരി കൂടെ വലിയ, നമുക്ക് ഇത്രയും പേർക്കും കൂടി ഇരിക്കാൻ പറ്റുന്ന ബോട്ടിലേക്കാണ് കയറുന്നത്. അതിന് സെപ്പറേറ്റ് ചാർജാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഹൗസ് ബോട്ട് ഒരു കരയ്ക്ക് അടുപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബോട്ടിൽ കയറിയിട്ട് 1 മണിക്കൂറാണ് നമുക്ക് ഇവിടെ എല്ലാം ചുറ്റി കാണാനായിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ ബോട്ടിലൊക്കെ കയറി ഇനി നമ്മൾ കണ്ടൽ കാടിൻ്റെ ഇടയിൽ കൂടെയുള്ള ആ കുറച്ച് മനോഹരമായ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. അങ്ങനെ അതെല്ലാം ചുറ്റിക്കണ്ട് ലാസ്റ്റ് നമ്മളിതാ എലിഫന്റ് മാംഗ്രൂവ്സിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ കണ്ടൽ മരത്തിൽ നമുക്ക് കയറി നിൽക്കാം കേട്ടോ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒട്ടുമിക്ക എല്ലാവരും തന്നെ ഇതിൻ്റെ മുകളിൽ വലിഞ്ഞ് കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസമാണ്. എന്തായാലും ഞാനും കയറി. ഒരുപാട് അങ്ങോട്ട് ദൂരേക്കൊന്നും പോയില്ല, ചെറിയ രീതിയിൽ കയറി 1-2 ഫോട്ടോസൊക്കെ എടുത്ത് ഞാനിങ്ങ് ഇറങ്ങി. ഇതിൻ്റെ തൊട്ടപ്പുറത്തെന്ന് പറഞ്ഞാൽ കണ്ടൽ മരത്തിൻ്റെ താഴെ കൂടെ, അതായത് അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇറങ്ങാം. അവിടെ വലിയ ആഴമൊന്നുമില്ല. ഇപ്പം എൻ്റെ മോളൊക്കെ നിന്നിട്ട് തന്നെ അവളുടെയും പാതിക്ക് വെള്ളമേ ഉള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് നല്ല സേഫായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ ഇറങ്ങി, കുട്ടികളും ഇറങ്ങി. അവർ നല്ല കളിയൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ അവിടെ കുറേ ഭക്ഷണ സാധനങ്ങളൊക്കെ കിട്ടും. അതായത് ചായ, കപ്പ, മീൻകറി, ചിക്കൻ വെള്ളം, അങ്ങനെയൊക്കെ വള്ളത്തിൽ കൊണ്ടുവന്ന് കുറേ ചേട്ടന്മാർ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെ മേടിച്ച് കഴിക്കാവുന്നതാണ്. പിന്നെ നല്ല ഫോട്ടോ പോയിൻറ്റ്സ് ആണ്, അവിടെ നല്ല ഫോട്ടോസൊക്കെ എടുക്കാം. ഞങ്ങൾ ചെന്നപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഫോട്ടോ എടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അതിന് മരത്തിൻ്റെ മുകളിലൊക്കെ കയറി നിന്നും അവിടെ നിന്നൊക്കെ നല്ല നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് ഹൗസ് ബോട്ടിലേക്ക് എത്തി. ഇനി കുറച്ച് ദൂരം കൂടെ മുന്നോട്ട് നമുക്ക് മൺട്രോത്തുരുത്തിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് നമ്മളിനി തിരിച്ച് പോവും. അതായത് നമ്മൾ പേഴന്തുരുത്ത് ആ ഭാഗത്തോട്ടൊന്നും പോകുന്നില്ല. അവിടെ നമുക്ക് മെയിൻ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ഏരിയ ഉണ്ട്, പക്ഷേ അവിടെ പോകണമെങ്കിൽ ഒരുപാട് ദൂരമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു 7 hours അത് കവർ ചെയ്യാനൊക്കില്ല. ബട്ട് നമ്മൾ അത്യാവശ്യമുള്ള നമുക്ക് ഈ കണ്ടലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഉള്ള യാത്രയൊക്കെ ഇവിടെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ അതിൻ്റെ വീഡിയോ വേണമെങ്കിലും ഞങ്ങൾ കഴിഞ്ഞ ട്രിപ്പ് പോയതിൻ്റെ ഒരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. ഇതിന് തൊട്ട് മുന്നേ ഉള്ള വീഡിയോ ആണ്. അപ്പോൾ അത് നിങ്ങൾ കണ്ടാൽ മതി, അതിനകത്തുണ്ട്. ഉച്ചഭക്ഷണം കഴിക്കാനുള്ള ടൈമായി, ഏകദേശം ഒരു 2:30 ഉച്ചഭക്ഷണം ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന JKയുടെ ഒരു റിസോർട്ടിന്റെ കടവിൽ വെച്ചിട്ടാണ് നമുക്ക് തന്നത്. കടവിലേക്ക് കൊണ്ടുവന്ന് ബോട്ട് അടുപ്പിച്ചു. ഫുഡ് കഴിക്കുന്ന, അതായത് അവർ കൊണ്ടുവന്ന് വെക്കുന്നതിന് മുന്നേ കുറച്ച് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾ ആ റിസോർട്ടിന്റെ ഭാഗങ്ങൾ അങ്ങോട്ടൊന്ന് ഇറങ്ങി ആ റിസോർട്ടിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു. എല്ലാം പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പണ്ടത്തെ തറവാട് പോലെയൊക്കെയുള്ളതിൻ്റെ ഒരു മിനിയേച്ചറാക്കി അങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഒരെണ്ണം കറക്റ്റായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ മുന്നിൽ പോയി ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ എല്ലാം റെഡിയായി വരുമ്പോൾ നല്ല ഭംഗിയുള്ള ഒരു റിസോർട്ടായിരിക്കും.
ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തിട്ട് വന്നപ്പോഴേക്കും ഫുഡെല്ലാം റെഡി ആയിരുന്നു. ഇത്രയും ഫുഡുണ്ട്, കരിമീൻ ഫ്രൈ ഉൾപ്പെടെ ചിക്കൻ കറിയുണ്ട്. ഭക്ഷണമെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല സ്വാദുള്ള ഭക്ഷണമായിരുന്നു. ഇതെല്ലാം ഇവിടെ തന്നെയാണ്, അതായത് ഈ ബോട്ടിൽ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. നമ്മൾ ഫുഡ് കഴിച്ചൊന്ന് സെറ്റിലായപ്പോൾ തന്നെ ബോട്ട് എടുത്തു അവിടുന്ന്. അപ്പോൾ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്നത് കായലിൻ്റെ നടുക്കൂടെയാണ്. ഒരു പ്രത്യേക ഫീലാണ്, കായലിൻ്റെ നടുക്ക് ആ കാറ്റൊക്കെ കൊണ്ട് നമ്മൾ നാടൻ ഫുഡ് ഇങ്ങനെ, നാടൻ ഊണിങ്ങനെ കഴിക്കുന്നത്. ഇനി പതുക്കെ നമ്മൾ സാമ്പ്രാണിക്കൊടി ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. നമ്മുടെ കൊല്ലത്തിൻ്റെ അല്ലെങ്കിൽ അഷ്ടമുടി കായലിൻ്റെ മെയിൻ അട്രാക്ഷൻസ് ആണ് മൺട്രോത്തുരുത്തും സാമ്പ്രാണിക്കൊടി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി കവർ ചെയ്ത് വരുന്ന ഒരു വൺ ഡേ ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ലൊരു കാര്യമാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു, പിന്നെ കുറേ റിലാക്സ് ചെയ്തു, കുറേ എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ടായിരുന്നു. നമ്മുടെ ഫാമിലിയിൽ മെമ്പേഴ്സൊക്കെ കുറേ പേര് ഡാൻസ് കളിച്ചു, കുറേ പാട്ടൊക്കെ പാടി, കുട്ടികളുടെ വക പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കണ്ട് കേട്ട് നമ്മൾ സമയം പോയത് അറിഞ്ഞില്ല. നമ്മൾ അങ്ങനെ പെട്ടെന്ന് തന്നെ സാമ്പ്രാണിക്കൊടി എത്തി. ഇനി സാമ്പ്രാണിക്കൊടിയിലേക്ക് ഇറങ്ങാനുള്ളവർക്ക് ഇറങ്ങാം. ബോട്ട് കരയിൽ അടുപ്പിക്കില്ല കേട്ടോ, നടുക്കിങ്ങനെ നിർത്തി ആങ്കർ ചെയ്ത് നിർത്തും. എന്നിട്ട് നമുക്ക് പോകാനുള്ള ബോട്ട് അവിടുന്ന് വരും, അതിലേക്ക് ആവശ്യമുള്ളവർക്ക് കയറി പോകാം. 130 രൂപയാണ് ഒരാൾക്ക്. ഞാൻ പോയില്ല, കാരണം സാമ്പ്രാണിക്കൊടിയിൽ കഴിഞ്ഞ പ്രാവശ്യം അഷ്ടമുടിയിൽ പോയപ്പോൾ ഞാൻ പോയതാണ്. അപ്പോൾ അവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങി ഭാഗം തൊട്ട് എൻ്റെ പകുതിയോളം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്തൊക്കെ. അപ്പോൾ ഈ കുട്ടികളെയും കൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. ഞാൻ എന്തായാലും എൻ്റെ കൂടെ മോളും വരും, അതുകൊണ്ട് ഞാൻ പോയില്ല. അതുകൊണ്ട് പിള്ളേരെ കൊണ്ടുപോയില്ല. അത് കണ്ടിട്ടില്ലാത്തവരാണ് പോയത്. ഞങ്ങൾ ബോട്ടിൽ തന്നെ ഇരുന്നു. സാമ്പ്രാണിക്കൊടിയുടെ കൂടുതൽ ഡീറ്റെയിൽസ് കാണണമെന്നുണ്ടെങ്കിൽ അഷ്ടമുടി എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് കേട്ടോ. അഷ്ടമുടിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം മറന്നു. ഹൗസ് ബോട്ടിൽ പോയ സമയത്ത് ഞാൻ അഷ്ടമുടി അവിടെ ഒരു ഭാഗത്ത് നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടു. അതിലേക്ക് ഞങ്ങൾ പോയ കണക്കൊരു ബോട്ട്, അതായത് ഞങ്ങൾ മൺട്രോത്തുരുത്ത് ചുറ്റി കണ്ട കണക്കുള്ള ഒരു ബോട്ട് വന്ന് അടുപ്പിച്ചിട്ട് കുറേ ആൾക്കാർ ഈ ബോട്ടിലേക്ക് കയറുന്നത് കണ്ടു. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം അഷ്ടമുടിയിൽ പോയപ്പോൾ അങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ലായിരുന്നു. അതായത് മൺട്രോത്തുരുത്തിൽ ഇറങ്ങി കാണുന്ന ഒരു ബോട്ടിൽ ഇറങ്ങി കാണുന്ന ഒരു ഫെസിലിറ്റി ആ സമയത്ത് ഇല്ലായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ അത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ അത് കുറേ വേർത്തായിരിക്കും. അപ്പോൾ ആ ഒരു വിവരം ഞാൻ അത് കണ്ടത് ഇപ്പോഴാണ് ഓർത്തത്. അപ്പോൾ അത് ഇതിൻ്റെ കൂടെ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. കുറച്ച് പേര് സാമ്പ്രാണിക്കൊടി കാണാനായിട്ട് ചെറിയൊരു ബോട്ടിൽ പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് പേരും കുട്ടികളുമാണ് ഇവിടെയുള്ള ഹൗസ് ബോട്ടിലുള്ളത്. ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നല്ല മണം വരുന്നുണ്ട് കിച്ചണിൽ നിന്ന്. അപ്പോൾ ഞാനിങ്ങനെ പതുക്കെ കിച്ചണിലോട്ട് ചെന്നപ്പോഴാണ് അവിടെ ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കുകയാണ്, വൈകിട്ടത്തെ സ്നാക്ക്. ഏത്തയ്ക്കാപ്പം എന്ന് പറഞ്ഞാൽ പഴംപൊരി. അപ്പം നമ്മുടെ കൊല്ലത്തൊക്കെ ഏത്തയ്ക്കാപ്പം എന്നാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റ് പഴംപൊരിയാണ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ മുന്നോട്ട് വന്നപ്പോഴാണ് നമ്മുടെ ബോട്ടിൽ സാമ്പ്രാണിക്കൊടി കാണാൻ പോയവരെല്ലാം തിരിച്ചു വന്നു. അപ്പോൾ അവിടെ ഒരു 1 hour ആണ് കേട്ടോ സാമ്പ്രാണിക്കൊടിയിൽ പോയത്. അപ്പോൾ അവരൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. അവർ തിരിച്ചു വന്നപ്പോഴത്തേക്ക് നമുക്ക് ചായയും ഈ ഏത്തയ്ക്കാപ്പും അവിടെ കൊണ്ടുവന്ന് വെച്ചു. നല്ല ഏത്തയ്ക്കാപ്പമായിരുന്നു, നമ്മൾ കഴിച്ചിട്ട് നല്ല രുചിയായിരുന്നു ഏത്തയ്ക്കാപ്പം. അപ്പോൾ ഇതിൽ കിട്ടിയ ഫുഡ് എല്ലാം തന്നെ നല്ലതായിരുന്നു കേട്ടോ. ഇത് നല്ല അടിപൊളിയായിട്ടാണ് ഫുഡ് വെക്കുന്നത്. അങ്ങനെ മനോഹരമായ ഒരു കായൽ യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ച് കൊല്ലം ബോട്ട് ജെട്ടി ലക്ഷ്യമാക്കി നമ്മുടെ ഹൗസ് ബോട്ട് പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ 7 മണിക്കൂറൊക്കെ പോകുന്നത് അറിയേയില്ല. ഓരോ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഇടയ്ക്ക് ആ മൺട്രോത്തുരുത്ത് ഇറങ്ങി സാമ്പ്രാണിക്കൊടിയിൽ ഇപ്പം കുറേ പേര് പോയി. അപ്പോൾ അതിൻ്റെയൊക്കെ കാഴ്ചകളും നമ്മൾ കുറേ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്ത് കുട്ടികളുടെ പാട്ടും കളിയും ഒക്കെ ആയിട്ട് നമ്മൾ ആ ഒരു സമയം പോയത് അറിഞ്ഞേയില്ല. അങ്ങനെ ഏകദേശം ഒരു 4:30 4:45 ആയപ്പോഴത്തേക്ക് നമ്മൾ കൊല്ലം ബോട്ട് ജെട്ടിയിലെത്തി. ഒരു അടിപൊളി ട്രിപ്പായിരുന്നു. ഈ ഹൗസ് ബോട്ടിൽ എൻ്റെ 2ാമത്തെ ട്രിപ്പാണിത്. ഒരു വട്ടം ഞാൻ വർക്ക് ചെയ്തിരുന്നിടത്ത് സ്റ്റാഫ്സ് എല്ലാം കൂടെ ജസ്റ്റ് ഒരു 1/2 hour ട്രിപ്പ് ഇങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയല്ലാതെ ഞാൻ ഇങ്ങനെ ഒരു ഫുൾ ഡേ ഒരു 7 hours ഒക്കെ ആയിട്ട് ഒരു ട്രിപ്പ് പോകുന്നത് ഇത് ആദ്യമായിട്ടാണ്.
ഞാൻ ഇതൊരു ഹൗസ് ബോട്ടിൻ്റെ പ്രൊമോഷനായിട്ടോ അങ്ങനെയൊന്നും അല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നീട് നമ്മൾ കുറേ വർഷം കഴിഞ്ഞിട്ട് ഇതൊക്കെ എടുത്തു നോക്കുമ്പോൾ നമ്മൾ പോയ സ്ഥലങ്ങളും കണ്ട കാഴ്ചകളും ഒക്കെ ഒന്ന് റീവൈൻഡ് ചെയ്യാനും നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് ഇപ്പം പിന്നെ എടുത്ത് നോക്കുമ്പോൾ അവർ ഞങ്ങൾ ഇവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടെന്നും ഒക്കെ മനസ്സിലാക്കാനും ഒക്കെ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒരു ഓർമ്മക്കുറിപ്പ് പോലെയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഈ യാത്രയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് ചോദിച്ചാൽ മതി. ബോട്ടിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.